أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأنجيناه ومن معه في الفلك المشحون ثم أغرقنا بعد الباقين إن في ذلك لآية فما كان أكثرهم مؤمنين وإن ربك لهو العزيز الرحيم. സൂറത്ത് ഷുറ 119 മുതൽ 22 വരെ. ഫഅൻജൈനാഹു, അപ്പോൾ നാം അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. വമൻ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും. ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ, ഫിൽ ഫുൽക്കി, ആ കപ്പലിൽ, അൽ മഷ്ഹൂൻ, നിറഞ്ഞതായ. ഷാഹിന എന്ന് പറഞ്ഞാൽ ട്രക്ക് ആണ്. മഷ്ഹൂൻ എന്ന് പറഞ്ഞാൽ ലോഡ് കയറ്റിയ. സുമ്മ അഗ്റഖ്ന, പിന്നെ നാം മുക്കിയൊടുക്കി. ബഅദു, ശേഷം. അൽ ബാഖീൻ, ബാക്കിയുള്ളവരെ. ഇന്ന ഫീ ദാലിക ലആയ, നിശ്ചയം അതിൽ ഒരു അടയാളമുണ്ട്, അല്ലെങ്കിൽ ദൃഷ്ടാന്തമുണ്ട്. വമാ കാന അക്സറുഹും മുഅ്മിനീൻ, മാ കാന അക്സറുഹും, അവരിൽ അധിക പേരുമായില്ലാതിരിക്കെ, അല്ലെങ്കിൽ ആയിട്ടില്ല, മുഅ്മിനീൻ, വിശ്വസിക്കുന്നവർ. വഇന്ന റബ്ബക, നിശ്ചയം താങ്കളുടെ റബ്ബ്, ലഹുവൽ അസീസുർ റഹീം, അവൻ അജയ്യനും കാരുണ്യവാനും തന്നെയാണ്. നൂഹ് അലൈഹിസ്സലാം അവസാനം പ്രാർത്ഥിച്ചു, പടച്ചവനെ, നീ ഞങ്ങൾക്കിടയിൽ ഇതിനൊരു തീർപ്പ് കൽപ്പിക്കണമേ എന്ന്. ഖുർആൻ മറ്റിടങ്ങളിൽ വിശദമായി പറഞ്ഞ സംഭവമാണ്. ഫസ്നഇൽ ഫുൽക ബിഅഹ്യുനിനാ വവഹീന, അള്ളാഹുവിൻ്റെ വഹിയുണ്ടായി, നമ്മുടെ വഹിയും നമ്മുടെ മേൽനോട്ടവും അനുസരിച്ച് കപ്പൽ നിർമ്മിക്കും. അങ്ങനെ കപ്പൽ നിർമ്മിക്കുമ്പോൾ അത് കണ്ടുകൊണ്ടുവന്ന നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫാറത്തന്നൂർ, അടുപ്പിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങി. നാടാകെ പ്രളയം. നൂഹ് അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, നിന്റെ അഹ്ലുകാരെ അതിൽ കയറ്റിക്കൊള്ളുക. അതുപോലെ അത്യാവശ്യമുള്ള ജീവികളിൽ ഓരോ ആണിനെയും പെണ്ണിനെയും, ഓരോ ഇണകളെയും, ഈ 2 ഇണകളെയും കയറ്റിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയൊക്കെ കയറ്റി. സ്വന്തം മകനും ഭാര്യയും കയറിയില്ല. മകനോട് കയറാൻ, യാ ബുനയ്യർക്കബ് മഅന, മോനെ ഞങ്ങളുടെ കൂടെ കയറ് എന്നൊക്കെ നൂഹ് അലൈഹിസ്സലാം വിളിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, ഞാനൊരു മലയുടെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളാം, പാപ്പയുടെ കപ്പലിൽ കയറുന്നില്ല എന്ന്. അത് പറഞ്ഞുകൊണ്ട് നിൽക്കെ ഒരു വലിയ തിരമാല അവർക്ക് 2 ആൾക്കുമിടയിൽ ഏർപ്പാടുണ്ടാക്കി. അങ്ങനെ വലിയ മഹാസംഭവമായിട്ടാണ് തൂഫാൻ സമാപിക്കുന്നത്. അതിനെയാണ് ഇവിടെ ചുരുക്കി ഫഅൻജൈനാഹു വമൻ മഅഹു ഫിൽ ഫുൽക്കിൽ മഷ്ഹൂൻ സുമ്മ അഗ്റഖ്നാ ബഅദുൽ ബാഖീൻ, ആ കപ്പലിൽ കയറിയവരെ ഒഴികെ ബാക്കിയുള്ള ജനത മുഴുവനും, അതിൽ കയറാൻ കൂട്ടാക്കാത്ത ആളുകൾ മുഴുവനും ബാക്കിയായി. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് 950 കൊല്ലം പണിയെടുത്തിട്ട് നൂഹ് അലൈഹിസ്സലാമിന് കിട്ടിയത്. 84-12 എന്നൊക്കെ പല റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഒരു ബോട്ടിൽ കൊള്ളാനുള്ള ആളുകൾ, അതോടൊപ്പം അവരുടെ അത്യാവശ്യ വളർത്തുമൃഗങ്ങളും അത്യാവശ്യ വസ്തുക്കളും എല്ലാം കൂടി എടുത്ത് നിറഞ്ഞതാണ് ആ കപ്പൽ. അങ്ങനെ അതിലുള്ളവർ ബാക്കിയായി. ബാക്കിയുള്ളവരൊക്കെ, കയറാത്ത നൂഹ് അലൈഹിസ്സലാമിൻ്റെ മകനും ഭാര്യയും ഉൾപ്പെടെ
വെള്ളപ്പൊക്കത്തിൽ മുങ്ങി മരണപ്പെട്ടുപോയി. അന്ന് അവിടെ മാത്രമേ, ഇറാഖിൽ മാത്രമേ ജനങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, മെസപ്പൊട്ടോമിയൻ തീരത്ത്. ആ കപ്പലിൽ ബാക്കിയായവരുടെ പിന്മുറക്കാരാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മുഴുവൻ സമൂഹവും. സൂറത്തു ഇസ്രായേൽ നമ്മളത് പഠിച്ചതാണ്. ഇറിയത്തമൻ ഹമൽന മഅ നോഹിൻ, നോഹിനൊപ്പം നാം കപ്പലിൽ വഹിച്ചവരുടെ പിന്മുറക്കാരെ എന്നാണ് മനുഷ്യനെ മൊത്തത്തിൽ അല്ലാഹു തആല വിളിക്കുന്നത്. അന്ന് ആ കപ്പലിൽ കയറിയവരൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം വെള്ളത്തിൽ മറഞ്ഞു, അവരില്ലാതെയായി. ലോകത്ത് എല്ലായിടത്തും പ്രളയം നടന്നു എന്ന ഒരു കഥയുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തുള്ളവരെല്ലാം അവരുടെ അനന്തര തലമുറകളോട് പ്രളയകഥ പറഞ്ഞിട്ടുണ്ട്. കാരണം അതിൽ ബാക്കിയായവരാണ് ലോകത്തുള്ള ഇന്നത്തെ മനുഷ്യർ മുഴുവനും. ഇനി അല്ലാഹു തആല നേരത്തെ പറഞ്ഞ കഥകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ വാചകം ആവർത്തിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയ. ഈ കഥ പറയുന്നത് അങ്ങനെ ഒരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയല്ല, ഈ കഥ ഒരു പാഠമാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നൂഹ് അലൈഹിസ്സലാമിൻ്റെ സമൂഹത്തിലെ പ്രമാണിമാർ അനുവർത്തിച്ച നിലപാട് അനുവർത്തിക്കുന്നവർക്ക് ഈ കഥയിൽ ഒരു പാഠമുണ്ട്. അതാണ് കണ്ട് മനസ്സിലാക്കാവുന്നതുണ്ട് എന്നാണ് ഇന്ന ഫീ ദാലിക ലആയത്തൻ എന്ന് പറഞ്ഞാൽ. വമാ കാന അക്സറുഹും മുഅ്മിനീൻ. നേരത്തെ പറഞ്ഞതുപോലെ അവർ അധികം ആളുകളും മുഅ്മിനുകളായില്ല. നൂഹിൻ്റെ സമൂഹത്തിലെ ഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചില്ല എന്നർത്ഥം പറയാം. അതുപോലെ മക്കയിലെ മുശ്രിക്കുകളിൽ ഭൂരിപക്ഷം ആളുകളും വിശ്വസിച്ചിട്ടില്ല, വിശ്വാസികളായിട്ടില്ല. അതുകൊണ്ട് അവർക്ക് പാഠമുണ്ട് എന്നാകാം. ഇവരധികവും വിശ്വാസികളായിട്ടില്ല എന്നിരിക്കെ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എന്താകുമെന്ന് ആലോചിക്കാവുന്ന പാഠമുണ്ട് എന്നുമാകാം. മൂന്നിനും പറ്റിയ തരത്തിലാണ് അള്ളാഹു അത് പറഞ്ഞിട്ടുള്ളത്. വഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ആ കഥയിൽ നിന്ന് മനസ്സിലാകുന്ന മറ്റൊരു പാഠം എന്താണ്? അല്ലാഹു തആല തീരുമാനിച്ചത് തന്നെ നടത്തും. അതിന് എത്ര വമ്പന്മാരാണെങ്കിലും, എത്ര വലിയ പ്രമാണിമാരും ശക്തന്മാരുമാണെങ്കിലും അതൊന്നും അവനോട് നടക്കുകയില്ല. അവൻ്റെ തീരുമാനത്തിന് തടസ്സം നിൽക്കാൻ അവർക്കാർക്കും കഴിയുകയില്ല. അവൻ അൽ അസീസ് ആകുന്നു. നശിപ്പിക്കുന്നു പറഞ്ഞ സമയത്ത് നശിപ്പിച്ചിരിക്കും. കപ്പലുണ്ടാക്കുമ്പോൾ കളിയാക്കുകയായിരുന്നു. പക്ഷേ ആ പരിഹസിക്കപ്പെട്ടവരൊക്കെ അള്ളാഹുവിൻ്റെ അജയ്യതയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്തത്. നേരത്തെ വിശദീകരിച്ചതാണ്. അർ റഹീം, കരുണാനിധിയാണ് അവൻ. അഥവാ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്തുകൊണ്ടാണ് എന്നിട്ട് ഞങ്ങൾ നശിപ്പിക്കപ്പെടാത്തത് എന്നാണ് ചോദ്യമെങ്കിൽ അതിൻ്റെ ഉത്തരം അവൻ കാരുണ്യവാനായതുകൊണ്ടാണ് നിലനിൽക്കുന്നത്. അല്ലാതെ ഈ അള്ളാഹുവിൻ്റെ റസൂലുമാരെ അവരുടെ സാമർഥ്യം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ യോഗ്യതയോ അർഹതയോ കൊണ്ടല്ല. നിശ്ചിത അവധി വരെ അവരെ നശിപ്പിക്കേണ്ടതില്ല എന്ന് കാരുണ്യവാനായ റബ്ബ് തീരുമാനിക്കുകയും അത്രയും കാലം അവർക്ക് ജീവിക്കാൻ അനുവാദം നൽകുകയും ചെയ്തത് കൊണ്ടാണ് ഇവന്മാർക്ക് ജീവിക്കാൻ പറ്റുന്നത് എന്ന് ചുരുക്കം. അതുപോലെ തന്നെ വേറെയും കാര്യങ്ങളുണ്ട്. അഥവാ അള്ളാഹു അർ റഹീമാണ്. അഥവാ അള്ളാഹു തആല നശിപ്പിക്കുന്നതിൻ്റെ മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും യാതൊരു പ്രതിഫലവും വാങ്ങാത്ത സൗജന്യമായി എത്തിച്ചു കൊടുക്കുന്ന നബിമാരെ അയക്കും. അതുകൊണ്ടാണല്ലോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അതും അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. രക്ഷപ്പെടാനും നിലനിൽക്കുവാനുമുള്ള വഴി കാട്ടിക്കൊടുക്കുക. അതൊക്കെ കൊടുത്തിട്ട് അവസാന ഘട്ടത്തിൽ മാത്രമേ ഇഹലോകത്ത് വെച്ച് നശിപ്പിക്കുക എന്നത് ഉണ്ടാകുകയുള്ളൂ. കാരണം അത് ഇവരുടെ അർഹത കൊണ്ടല്ല, അള്ളാഹു കാരുണ്യവാനായതുകൊണ്ടാണ് എന്ന് ചുരുക്കം. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് അർഹരാകുവാൻ നമ്മെ എല്ലാവരെയും അള്ളാഹു തുണക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനദറാ. അല്ലാഹുമ്മ ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ
وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين.